അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പ്രതികരണം നമ്മൾ കേട്ടു. വി ഡി സതീശനെ തള്ളുന്നില്ല, അതേസമയം തന്നെ ഹിന്ദു NSS SNDP ഐക്യത്തെ സ്വാഗതം ചെയ്യുകയാണ് രമേശ് ചെന്നിത്തല. വർഗീയ കാർഡിറക്കാൻ CPM ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. വി ഡി സതീശനെതിരെയുള്ള NSSന്റെയും SNDPയുടെയും നീക്കത്തെ എങ്ങനെയാണ് രമേശ് ചെന്നിത്തല പ്രതിരോധിക്കുന്നത്? അർജുൻ. ഡോക്ടർ അരുൺകുമാർ, ഇത്തരത്തിൽ SNDPയോ NSSനെയോ തള്ളാതെ പ്രതിപക്ഷ നേതാവിന് ഒപ്പം എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പക്ഷേ അതിനേക്കാൾ അല്പം കൂടി കടന്നുകൊണ്ട് കെ മുരളീധരൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പൂർണ്ണമായും പ്രതിപക്ഷ നേതാവിനെ പിന്തുണക്കുകയാണ്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ വിഷയത്തിൽ SNDPയുമായി വിയോജിപ്പുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കോൺഗ്രസ് നേതാവിനെയും ഇത്തരത്തിൽ ഒറ്റ തിരിഞ്ഞാക്രമിക്കാൻ അത് ഏത് സമുദായ നേതാവായാലും അനുവദിക്കില്ല എന്ന് തന്നെ കൃത്യമായി തന്നെ കെ മുരളീധരൻ പറയുന്നുണ്ട്. പക്ഷേ അത്ര കടുപ്പിച്ചല്ല രമേശ് ചെന്നിത്തല അടക്കമുള്ള മറ്റ് നേതാക്കൾ സംസാരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, ഈ സമയത്ത് അതായത് SNDPയും NSSന്റെയും ജനറൽ സെക്രട്ടറിമാർ പ്രതിപക്ഷ നേതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരുന്നതിനിടയിലാണ് സജി ചെറിയാന്റെ വിഷയവും ഉയരുന്നത്. സ്വാഭാവികമായും ആ തരത്തിലേക്ക് ചർച്ചകൾ മാറ്റാനും UDFന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ കൃത്യമായി തന്നെ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ കാലമായി CPM വർഗീയ കാർഡ് ഇറക്കുകയാണ്. BJPയുടെ അതേ അജണ്ടയാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ നടത്തിയിരിക്കുന്ന പരാമർശം. ഇതിനെതിരെ രംഗത്ത് വരണമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നുണ്ട്. അതേസമയം SNDP NSS വിഷയത്തിൽ സമുദായ നേതാക്കളെ വിമർശിക്കാനോ മറ്റും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല. അതേസമയം NSSന്റെയും SNDPയുടെയും ഐക്യത്തെ അവർ സ്വാഗതം ചെയ്യുന്നുമുണ്ട്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റോഷി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷി, ഇപ്പോൾ ഇതിനകം തന്നെ വന്ന പ്രതികരണങ്ങൾ നോക്കൂ. ഒന്ന് കെ മുരളീധരന്റേത്, മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുടെ, മറ്റൊന്ന് PM സലാമിന്റേത്. PM സലാം NSSനോ SNDPക്കോ മറുപടി കൊടുക്കുന്നില്ല. വി ഡി സതീശനെതിരെയുള്ള ആരോപണങ്ങളിൽ മുസ്ലിം ലീഗ് നേരിട്ട് ഒരു കക്ഷിയാവുന്നില്ല. എന്നാൽ രമേശ് ചെന്നിത്തല SNDPയും NSSനെയും തള്ളാതെയാണ് പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കുന്നത്. എന്നാൽ കെ മുരളീധരൻ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, ഒരു കോൺഗ്രസ് നേതാവിനെ, പ്രത്യേകിച്ച് വി ഡി സതീശനെ ആര് എതിർത്താലും വിമർശിച്ചാലും അത് അവർക്കൊപ്പമല്ല, പകരം കോൺഗ്രസിന്റെ നയം പറഞ്ഞ വി ഡി സതീശനോടൊപ്പം തന്നെയാണ് എന്ന് തുറന്നു പറയുക കൂടി ചെയ്യുന്നു. ഇപ്പോൾ പല പ്രതികരണങ്ങൾ വരുന്നു. പക്ഷെ അപ്പോഴും സുകുമാരൻ നായർ പറഞ്ഞതിനെയോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെയോ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടല്ല ഈ നേതാക്കൾ നിൽക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വി ഡി സതീശനെ പൂർണ്ണമായും സംരക്ഷിച്ച് ഈ രണ്ട് സമുദായ നേതാക്കളും പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ ആകെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കെ മുരളീധരൻ മാത്രമാണ്. എന്താണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് ഈ സതീശനെതിരായ വിമർശനത്തിനു ശേഷം? അരുൺകുമാർ, സംസ്ഥാനത്തെ രണ്ട് പ്രമുഖ സമുദായങ്ങൾ, അത് NSSും SNDPയും, അവരെ പിണക്കേണ്ടതില്ലെന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെതിരെ ഉയർത്തിയ ഏതാണ്ട് അധിക്ഷേപത്തിന് സമാനമായ പരാമർശങ്ങൾ അത് 24 മണിക്കൂർ പിന്നിടുകയാണ്. ഈ ഘട്ടത്തിൽ പോലും പൂർണ്ണമായ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു തിരിച്ചടിക്കുന്ന രീതിയിലുള്ള വിമർശനമൊന്നും കോൺഗ്രസിന് ഒരു നേതാക്കളുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു, രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു, കൊടിക്കുന്നിൽ സുരേഷ് കണ്ടു, ഒടുവിൽ കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിൽ മുൻ KPCC അധ്യക്ഷനായ കെ മുരളീധരനെ മാറ്റി നിർത്തിയാൽ മറ്റു 3 നേതാക്കളും അവർ ദുർബലമായ രീതിയിൽ തന്നെയാണ് ഒരു പ്രതിരോധം തീർത്തത്. കാരണം NSSനെ SNDPയെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പിണക്കി ശത്രുപക്ഷത്തേക്ക് നിർത്തി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന ആശങ്കയാണ് ഈ നേതാക്കൾക്കൊക്കെയുള്ളത്. സമുദായങ്ങളെ കൃത്യമായി അത് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന ആശങ്ക. അതുകൊണ്ട് തന്നെയാണ് ഒരു രൂക്ഷ വിമർശനത്തിലേക്ക് ഇവരൊന്നും നീങ്ങാത്തത്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും രൂക്ഷമായി അധിക്ഷേപത്തിന്റെ സമാനമായ രീതിയിൽ പരാമർശം ഉയർത്തുമ്പോൾ ഇങ്ങനെയല്ല കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കേണ്ടത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് കുമാറും ഒപ്പം ദേശീയ സെക്രട്ടറിയായ KM അഭിജിത്തും ഒഴികെ മറ്റു നേതാക്കൾ ആരും ഇതുവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. സാധാരണ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആര് പറഞ്ഞാലും കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്ന പതിവ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ ഉണ്ട്. അങ്ങനെ പ്രതികരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് പൂർണ്ണമായും സതീശനെ നേതാക്കൾ കൈവിട്ടു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സമുദായ സംഘടനകൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന ഒരു പൊതു നിലപാടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നു എന്നതിൻ്റെ സൂചന. മാത്രവുമല്ല, ഇതിൽ അസംതൃപ്തിയുണ്ട്. സമുദായത്തെ ശത്രുപക്ഷത്തേക്ക് നിർത്തുന്ന തരത്തിൽ ഏതെങ്കിലും നേതാക്കളുടെ ഭാഗത്തുനിന്ന് പരാമർശം ഉണ്ടാകാൻ പാടില്ല. ആ നീക്കങ്ങളോ പ്രവർത്തനങ്ങളോ ഉണ്ടാകാൻ പാടില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സമുദായ സംഘടനകളൊക്കെ
ഒരുമിച്ച് നിർത്തി UDF-ന് അനുകൂലമായി എല്ലാ സംഘടനകളെയും ചേർത്ത് നിർത്തേണ്ട ചുമതല. ഇപ്പോൾ വിസ്മയിപ്പിക്കുന്ന ഒരു മുന്നണി വിപുലീകരണം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നതാണ് UDF ലക്ഷ്യമിടുന്നത്. അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് ഭൂരിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കളും അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് പ്രകോപനം വേണ്ട, വിട്ടുവീഴ്ച ചെയ്ത് ഈ സംഘടനകളെ കൂടെ നിർത്താനുള്ള നീക്കമായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഇനി ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.